അങ്ങനെ വീണ്ടും ജയസൂര്യ ഇങ്ങനെ സിദ്ദിഖും മുകേഷിന്റെ അടുത്തെത്തുമെന്ന് തോന്നുന്നില്ലേ? അത് ഇനി കള്ളമാണോടെ ഇതൊക്കെ പറയുന്നത്? ഈ പെണ്ണുങ്ങള് വന്ന് പറയുന്നതൊക്കെ സത്യം തന്നെ? അതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ അഖിൽമാരാർ വന്ന് കുറെ തള്ളിയിട്ട് പോയി. മറ്റേ അവരുടെ വേറെന്താ, രേവതി. കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങളുടെ ഒന്നും പേര് ഓർത്തു വെക്കാനും പറ്റുന്നില്ല. ഓർത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോവും. കേസ് കൊടുക്കും, കേസ് കുറെ കാലം നടക്കും. ഈ നടന്മാര് ആപ്പിലായെന്നുള്ളത് ഉറപ്പാ. കേരള ജനത എനിക്ക് തോന്നുന്നില്ല ഇവരെയൊക്കെ ഇനി അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. ഇന്നിപ്പോ പിന്നെ ഞാൻ നോക്കിയപ്പോ മാതൃഭൂമിയില് കുറെ ആൾക്കാരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു നടി, ഒരു സഹനടിയാണ്, മിനു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്, മിനു മുനീർ ആണെന്ന് തോന്നുന്നു. അതന്നെ. അതാണേലും പുള്ളിക്കാരി വന്നിട്ട് വീണ്ടും പുള്ളിക്കാരിയും ഇപ്പോ ജയസൂര്യക്ക് പിന്നീന്ന് കടന്നു പിടിക്കുന്നത് ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. എന്താ ഷാജി പാപ്പ രംഗത്തെത്തിയിരിക്കുന്നത്? അതിൽ ജനപ്രതിനിധിയായ മുകേഷ് ഉണ്ട്, കൂടാതെ ജയസൂര്യ ഉണ്ട്, മണിയൻപിള്ള രാജു ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് താങ്കൾക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിടുന്നത്? എനിക്ക് 2008, 2009 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. എനിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ ദുരനുഭവം ഉണ്ടായത്. അവിടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാരല്ലേ കൂടുതലും? അവിടെ എന്തോ സിനിമയുടെ ഷൂട്ടിംഗ്. ഞാൻ ഒരു തമാശ അടിച്ചതാ ഇടയ്ക്ക്, വെളിപ്പായി പോയി. ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു. അത് ജയസൂര്യയിൽ നിന്നാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത്. ഞാൻ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ അദ്ദേഹം പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തത് എനിക്ക് വളരെ... സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോ മറ്റേ പിഗ്മാൻ സിനിമയിൽ അഭിനയിച്ച സ്ത്രീ, പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ആളാരാന്നുള്ളത്. ഇവരൊക്കെ ഇപ്പൊ സഹനടിമാരൊക്കെ ഇപ്പൊ ഹീറോയിനെക്കാട്ടിലും വില കൂടുതലാ. ഇപ്പൊ 2 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഈ ഓരോ കാര്യങ്ങളിൽ വന്ന് പറഞ്ഞിട്ട് ഇവരുടെ അതിനുവേണ്ടി പറയുന്നതാണെന്ന് ഉള്ള സംസാരമുണ്ട് വെളിയിൽ. ഇന്നലെ അഖിൽമാരാറിന്റെ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് അതുപോലൊക്കെ തോന്നി. അയാള് പിന്നെ തള്ളി വിടുമല്ലോ, തള്ളി മറിക്കുന്നതായതുകൊണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ ചൈനയില് നെക്കറ്റ് ഫോട്ടോ പകർത്തിയെന്നോ ഒക്കെയാണ് രേവതിയെ കുറിച്ച് പറഞ്ഞത്. എന്തുവാണേലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളു. ഈ ജയസൂര്യ ഇത് എന്താണ് ഈ പുറകിന്ന് കെട്ടിപ്പിടിക്കുന്നത്? കൊച്ചിക്കള്ള യൂട്യൂബ് ബ്ലൂട്ടസ്, ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? വിഷമമുണ്ട് സംഭവം. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. പക്ഷെ ആദ്യത്തെ സിനിമ വലിയൊരു നടനോ? 2008 ജയസൂര്യ വലിയ നടനൊന്നല്ലോ, ആണോ? ഏയ് അല്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് ജഗതി ചേട്ടനോട് ഞാൻ നല്ല, ഹി വാസ് വെരി ഡീസെന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്നു കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം. എന്തേ നോക്കിയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ജയസി ചേട്ടനെ പേടിയാന്ന് വിചാരിച്ചാണ് പോയി ജയസി ചേട്ടൻ്റെ അടുത്ത് ഇരുന്നത്. ജയസൂര്യക്ക് ജഗതിയെ പേടി. ജയസൂര്യ ജഗതിയുടെ മുന്നിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ വർത്തമാനമൊക്കെ പറഞ്ഞത്. എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, ഞാൻ നിനക്ക് ആനി വെച്ചരാം, ചീനി വെച്ചരാം, ഞാൻ നിനക്കൊരു... വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. കൂടാതെ മുകേഷ് കലണ്ടർ എന്ന സിനിമയിലാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തായിരുന്നു, ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. അപ്പൊ അതിലൊന്നും അന്ന് കാര്യമായിരുന്നു. പക്ഷെ ഈ വക ഇതൊന്നും സ്ത്രീ പീഡനം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ഒന്നും ജയസൂര്യ പോയി കടന്നു പിടിച്ചു എന്നുള്ളത് അത് കുറച്ചൊരു തെറ്റാണ്. പക്ഷെ മുകേഷ് പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു പീഡനമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. യെസ് ഓർ നോ ആണ് ചോദിക്കുന്നത് അവര്. പീഡനം എന്ന് പറയുമ്പോൾ ഇവരുടെ അനുമതി ഇല്ലാതെ ഇവരെ പിടിച്ച് ഒരു റൂമിൽ ട്രാപ്പിലാക്കി ഇവരെ ആപ്പിലാക്കുക എന്നുള്ളതാണ് പീഡനം. ഇത് ഒറ്റയടിക്ക് ന്യൂസിൽ കാണുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ഇതൊക്കെ മതിയല്ലോ. ആൾക്കാർ വിചാരിക്കും, ഓ ഇവനൊക്കെ ഇത്തരക്കാരനാണല്ലേ എന്ന് ഉള്ള രീതിയിൽ. പക്ഷെ ഇത് ഇവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഇവരിനി എന്നെ തെറി പറയുമായിരിക്കും. പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെയാണ്. ഇവർ പറയുന്നത് കേട്ടിട്ട് പീഡനം എന്ന് പറയാൻ പറ്റില്ല. ഇതൊന്നും പീഡനമായിട്ട് വരില്ല. ജയസൂര്യ പോയി കെട്ടിപ്പിടിച്ചത് പീഡനമായിട്ട് വരും, അത് അബ്യൂസാണ്, ടച്ച് ചെയ്യാൻ പാടില്ലെന്നാണല്ലോ.
ില്ല. അതിനുശേഷം അമ്മയിൽ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചായിരുന്നു 6 സിനിമയിൽ അഭിനയിച്ചപ്പം. മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്ക് ഇല്ലേ, ആ വാസ്കോ എന്റെ ചേച്ചി വാസ്ക് അല്ല ചേച്ചി, അത് വാക്സ് മെഴുകുതിരിയുടെ വാക്സ് ഇട്ട് വെച്ചോളാം. എന്തൊരു പ്രയോഗം! എടാ മുകേഷ്, വേന്തര, മെഴുകുതിരിയുടെ വാസ്ക് ഇട്ട് വെച്ചോ. ഇത് എന്ത് പറയണ്ടേ? അത് പറഞ്ഞ ആളും കൊള്ളാം, അത് കേട്ട ആളും കൊള്ളാം. അത് ഇത്ര കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ഒരു ടിവിയിൽ പറയണമെങ്കിൽ അടച്ചു വെച്ചു. നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം ധരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോ തന്നെ. അതിനുശേഷം നീ ആർക്കും കൊടുക്കണ്ട, നീ വാസ്ക് ഇട്ട് വെച്ചോ. അയ്യോ, ഒരു പെണ്ണിന്റെ ഒരു ദുരനുഭവത്തിൽ ഞാൻ ചിരിക്കാന്ന് വിചാരിക്കരുത്. പക്ഷെ അവര് പറഞ്ഞത് വാസ്ക് ആയി പോയി. അതിലെനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോസ് ഒക്കെ മറ്റേ ലൈവായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇടുന്നതാണ്. അങ്ങനെ വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് കണ്ടിട്ട് എന്നെ നിങ്ങൾ ഡോണ്ട് മിസ്റ്റേക്ക് മീ, എന്നെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഇത് ശരിക്കും ഇതുപോലത്തെ ഈ കാര്യങ്ങളൊന്നും പീഡനമായിട്ട് വരില്ല. അതാണ് ഒരു സംഭവം. ഇത് പീഡനം എന്ന് പറയുന്നത് മാനസികമായിട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മാനസികമായിട്ട്, അതായത് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നതാണ് പീഡനം. നിങ്ങളെ ജോലി തരാതെ, നിങ്ങൾക്ക് ജോലി കിട്ടാതെ, നിങ്ങളെ ഒരു മുറിയിൽ ഇരുത്തി, നിങ്ങൾക്ക് ഭക്ഷണം തരാതെ, നിങ്ങളെ ടോർച്ചർ ചെയ്ത്, നിങ്ങളെ വഴങ്ങാൻ, നിങ്ങളെ സമ്മതിപ്പിക്കാനുള്ള ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതാണ് പീഡനം എന്ന് പറയുന്നത്. പീഡനം എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് ഇവര് പാതി കാര്യങ്ങൾ പറയുന്നത്. ഇവര് കടന്നു പിടിച്ചത് ഓക്കെ, അത് പീഡനമാണ്. പിന്നെ മുകേഷ് പറഞ്ഞത് ഈ വാസ്ക് ഇട്ട് വെച്ചോ എന്ന് പറഞ്ഞത് അല്ല, വാസ്ക് ഇട്ട് വെച്ചോ എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. പക്ഷെ അത് പീഡനമായിട്ട് വരുമോന്ന് എനിക്ക് ഒരു വെർബൽ അബ്യൂസ് ആണ്. പുള്ളിക്കാരനെ നാടകമേ ഉലകം എന്ന സിനിമയിൽ വെച്ച് പുള്ളിനെ ഞാൻ സെറ്റിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ ഹോട്ടലിലെ റൂമിലെ സ്റ്റെപ്പിലോട്ട് ഞാൻ കയറുകയും പുള്ളിക്കാരൻ താഴോട്ട് ഇറങ്ങി വരികയും ചെയ്തു. അപ്പൊ എന്നെ കണ്ടിങ്ങനെ മാറിപ്പോണേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതും ഇയാളെ വന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കും ഇയാളുടെ പ്രവൃത്തി കണ്ടിട്ട്. റൂമിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചത് എന്താ ലോഗ്യം കൂടെ കോംപ്രമൈസ് ആകുന്ന രീതി. റൂമിൽ വരുമ്പോ ഇയാള് പറയുന്ന റൂമിൽ വരുവാണെങ്കിൽ റൂമിന്റെ കഥ അടച്ചാ പോരെ? ഈ കുറെ ഇവരുടെ എന്ന് ഞാൻ പറയുന്നില്ല, ഈ കുറെ പെണ്ണുങ്ങളുടെ ഈ മൊഴിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും 4 ചോദ്യം ചോദിക്കുമ്പോൾ തീരാവുന്നേ ഉള്ളൂ ഇവരുടെ പ്രശ്നം. തെറ്റായിട്ടുള്ള രീതിയിൽ ചോദിക്കണമെന്നില്ല, ശരിയായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ ഇവർ പറഞ്ഞത് മുറിയിലോട്ട് കയറിപ്പോയെന്നാണ്. ഏതായിരുന്നു റൂം നമ്പർ, എത്രാമത്തെ ഫ്ലോറിലായിരുന്നു, ഈ പുള്ളിയെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടു, താഴത്തെ ഫ്ലോറിലാണോ, താഴത്തെ ഫ്ലോറിൽ നിന്ന് പുള്ളി നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു, പുള്ളി എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത്, പുള്ളി ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നു, പുള്ളി ഓക്കെ, നിങ്ങൾ റൂമിലോട്ട് കയറുമ്പോൾ റൂമിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലായിരുന്നു, അതുപോലെ താഴത്തെ റൂമായിരുന്നോ, നിങ്ങളുടെ സ്വന്തം റൂമായിരുന്നോ, നിങ്ങളുടെ കയ്യിലായിരുന്നോ അതിന്റെ താക്കോല്, നിങ്ങൾ അത് തുറക്കുന്ന നേരത്ത് പുള്ളി എന്താ ചെയ്തത്, പുള്ളി നിങ്ങളെ തെള്ളിയോ, പുള്ളി നിങ്ങളെ അബ്യൂസ് ചെയ്തോ, ഇങ്ങനത്തെ ഒരു 100 ചോദ്യം ചോദിക്കും പോലീസുകാർ. തെറ്റായിട്ട് നിന്നെ അവിടെ തൊട്ടോ ഇവിടെ തൊട്ടോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, പപ്പ അവസാനം പപ്പ അല്ല, A+B² അവസാനം പറയേണ്ടി വരും ഉത്തരം എന്താന്നുള്ളത്. അത് കൂടെ ഓർത്തോണ്ട് വേണം ഈ വക കാര്യങ്ങൾ, ഈ ഇങ്ങനെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇവര് വന്ന ഒരു ആവശ്യത്തിലങ്ങ് പറയാ. കുറെയൊക്കെ ഇവര് പറയുന്നതിൽ എനിക്ക് ചില കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവര് പറയുന്നത് എന്താണ്, ജയസൂര്യയുടെ കാര്യം പറഞ്ഞ ഓക്കെ, പിന്നെ ഈ മുകേഷ് ചെയ്തെന്താണ്, മുകേഷ് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. പുള്ളി അമ്മയുടെ മെമ്പർഷിപ്പിന് പുള്ളി എന്തോ ചെയ്തെന്ന് തോന്നല്ലേ, അത് തെറ്റാണ്. എന്നാലും അത് അത്രയും അങ്ങനെ അങ്ങോട്ട് ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ന്യൂസ് കൊടുക്കുമ്പോ ഇതൊന്നും അങ്ങനെ വരുന്ന അല്ലെന്നാണ് എനിക്ക്. ഇന്നലെ ആ ബിഗ് മാൻ സിനിമയുടെ കാര്യം പറഞ്ഞ് ജയസൂര്യയായിട്ട് ഭരിക്കുന്നുണ്ടായിരുന്നു. അത് പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. പുള്ളി ഒരു ട്രൈ ചെയ്താ, പുള്ളി നല്ലവെന്ന് പുള്ളിയെ നമ്മൾ വിചാരിച്ചല്ലേ, പുള്ളി വിചാരിക്കാൻ പറഞ്ഞല്ലോ. പുള്ളി നല്ലവനാന്ന് പുള്ളി വിചാരിക്കാൻ പുള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പുള്ളി അഭിനയിക്കുന്നു, പുള്ളി അതിനുള്ള പണം മേടിക്കുന്നു, പോകുന്നു. നമ്മള് ഈ ഫാൻസ് എന്ന് പറയുന്ന കുറെ ഊളന്മാരുണ്ടല്ലോ,
പോയിട്ട് മറ്റേ ന്യൂ ഇയറിനും മറ്റേ അയാളുടെ പിറന്നാളിനും ഒക്കെ പോയിട്ട് അവന്റെ വീടിന്റെ വാതിൽക്കൽ നിന്നിട്ട് ഇക്കോ ഇക്കോ ലാലേട്ടോ ലാലേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിക്കുന്ന ഈ കുറെ ഉണ്ണാപ്പികളുണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൈയാട്ടി കാണിച്ചു കഴിയുമ്പോൾ ഇവന്റെയൊക്കെ സന്തോഷം കാണണം. ഇവന്റെയൊക്കെ അമ്മ അല്ലെങ്കിൽ അപ്പൻ ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുകയാണ്, അത് ICUന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വരാത്ത ഒരു സന്തോഷമാണ് ഇവനൊക്കെ ആ സമയത്ത്. ഈ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാര് ചില്ലറക്കാരല്ല, ഇവരാണ് ഈ തലയിൽ കയറ്റി ഈ നടന്മാരെയൊക്കെ ഇത്രയും ഇതാക്കിയത് ഇവരാണ്. അങ്ങ് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയത്തിലോട്ടാണ്, പിന്നെ രാഷ്ട്രീയത്തിലോട്ട് കയറുകയാണ്. MGR, അപ്പുറത്ത് ആന്ധ്രയില് NTR, പിന്നെ രാജ്കുമാർ, പിന്നെ മറ്റേ തമിഴ്നാട്ടില് ജയലളിത, രജനീകാന്ത് വരണം വരണം എന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അച്ഛൻ മാത്രം വന്നില്ല എന്ന് പറഞ്ഞ പോലെ. എന്താണേലും ഇത് കുറെയൊക്കെ ഈ ഫാൻസിന്റെ ഒരു കുറ്റമാണ്. ജയസൂര്യ അവരെ ദ്രോഹിച്ചൊന്നുമില്ലല്ലോ, സോറി പറഞ്ഞിട്ട് പോയില്ലേ. അതും കൂടെ ഒരു പോയിന്റ് ആണ് അതിനകത്ത്. പീഡനം എന്ന് പറയുന്നതിനാ ഞാൻ പറഞ്ഞത്, ജയസൂര്യ ചെയ്ത പ്രവൃത്തിയെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ ഈ പീഡനം എന്ന് പറയുമ്പോൾ, പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പോ ട്രെയിനിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് അവളെ ട്രാക്കിൽ തള്ളിയിട്ടു, അത് പീഡനമാണ്. ട്രെയിനിൽ ഒരു ബോഗിയിൽ ആരും ഇല്ലെങ്കിൽ, ഒരു കമ്പാർട്ട്മെന്റിൽ ആരും ഇല്ലെങ്കിൽ അതിനകത്ത് വെച്ച് ആ സന്ദർഭം യൂസ് ചെയ്ത് ആ പെണ്ണിനെ പീഡിപ്പിച്ച് അവളെ ട്രാക്കിൽ തള്ളിയിടുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അതാണ് ക്രൈം എന്ന് പറയുന്നത്. ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഉടനെ പീഡിപ്പിച്ച് മറ്റേ പണി കൊടുക്കുക എന്നുള്ളതാണ് പീഡനം. അപ്പൊ ഇവര് പറയുന്നതൊന്നും ഒരു ജസ്റ്റ് ഒരു അബ്യൂസ് എന്ന് വേണേ പറയാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അങ്ങനത്തെ ഒരു സംഭവമാണ്. പുള്ളിക്കാരനെ അവിടെ വെച്ചും പുള്ളിക്കാരൻ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്തു. മറ്റൊരാളുടെ പേര് താങ്കൾ പറഞ്ഞത് മണിയൻപിള്ള രാജുവാണ്. മണിയൻപിള്ള രാജു വെർബലായിട്ട് കലണ്ടറിന്റെ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചത്. അവിടെ വെച്ച് പുള്ളിക്കാരന്റെ എന്നോട് താല്പര്യങ്ങൾ പറയും, വളരെ അസഭ്യമായിട്ടൊക്കെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഡാ തടിയ എന്ന സിനിമയിൽ വെച്ച് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു, അപ്പൊ എനിക്ക് ഫോട്ടോ കൊച്ചിയിലായിരുന്നു. അപ്പൊ മിനു ഫോട്ടോ കൊച്ചിയിലാണെന്ന് മണിയൻപിള്ള ആള് തരക്കേടില്ലാത്ത ആളാ. പുള്ളിക്കാരിയുടെ മുറി വരെ മാറ്റിച്ചു. അധികാരികമായിട്ട് പറഞ്ഞു ഈ പുള്ളി വെച്ചു എന്നെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ അധികമായിട്ട് പറഞ്ഞു ഈ പുള്ളി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ആരാ എന്നൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ അത് കള്ളമാണ്. അമ്മയുടെ കമ്മിറ്റി മെമ്പർ ആണോ എന്ന് പോലും അറിയില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് സംഭവമാണെങ്കിലും ഇവരുടെ സംസാരം ചെറിയ ലൂപ്പോൾസ് ഒക്കെ ഉണ്ട് ഇവരുടെ സംസാരത്തിൽ. ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. എന്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലന്റ്, ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പത്തേക്കും കഥയെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല, മുട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ രണ്ടുപേരുടെ പേരുകളാണ്. അത് ഒന്ന് നോബിളാണ്. നോബിൾ എന്നെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. എന്നെ വിളിച്ചിട്ട് ഏതൊരു വിജനമായ റോഡിൽ കൂടെ എല്ലാം കൊണ്ടുപോയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അവിടെ തിരിച്ചു കൊണ്ടുവന്നപ്പോ എന്നിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്താ വണ്ടി തുറക്കാൻ, വണ്ടി ചാടൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തിയത്. എന്നിട്ട് ഞാൻ കയറിയത് എവിടെയാണ്, എന്നെ അവിടെ തന്നെ കൊണ്ടിറക്കാം. അതാണ് അബ്യൂസ് എന്ന് പറയുന്നത്, അതാണ് പീഡനം എന്ന് പറയുന്നത്. വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ കടന്നു പിടിച്ച് ഒരു കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് പീഡനം. അവിടെ കൊണ്ടിറക്കി അങ്ങനെ ഒരു സംഭവം. ഒത്തിരി ഏറ്റവും ഉപദ്രവം, ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഞാൻ ഈ പ്രൊഡക്ഷൻ നോബിളിന്റെ കയ്യിലാണ്. വിച്ചു കഴിഞ്ഞ മാസം വിളിച്ചിട്ട് ബിന്ദു പണിക്കറിന്റെ ടൈപ്പ് ഒരു റോൾ ഉണ്ട്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഡയറക്ടറെയും പ്രൊഡ്യൂസറിനെയും ഒന്ന് മിനു ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. വളരെ ഒരു ഉളുപ്പില്ലാതെ വളരെ ഇതായിട്ട്. ഞാൻ ഈ വിച്ചു എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്നിട്ടാണ് എന്റെ ഫോൺ. നീ അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല, നമ്പറൊക്കെ എന്റെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യണോ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്താ പാടേ. പ്രൊഡ്യൂസറാണ്. ബോൾഗട്ടി വരെ പോകണം എന്ന് നമുക്ക് ലൊക്കേഷൻ കാണാൻ. ഞാൻ പോയി. അപ്പൊ എന്നെ ഒരാളെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് പ്രൊഡ്യൂസറെ. അങ്ങനെ പോകില്ല, അങ്ങനെ പോകുമെന്നല്ലോ. ആ പുള്ളി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കറിയാം, അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളുമില്ല എന്ന് പറഞ്ഞപ്പോ അയ്യോ സോറി ടമ്മിനു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇത് ഏതോ ഒരാളുടെ കാര്യം പറയാണ്. പക്ഷെ അടുത്ത് വരുന്ന സംഭവമാണ് ഹൈലൈറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അവൻ ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഇടവേള ബാബുവിന്റെ അടുത്ത് എനിക്ക് അമ്മയിൽ അംഗത്വം കിട്ടാൻ വേണ്ടി പുള്ളിയുടെ ഇൻട്രസ്റ്റ് കുറെ നാളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു മിനു ഫോം ഒന്ന് ഫില്ല് ചെയ്താ, വന്നിട്ട് സിഗ്നേച്ചർ ഒക്കെ ചെയ്താൽ ഞാൻ ഇന്ന് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ ഫ്ലാറ്റ് വിളിച്ചു കല്ലൂരുള്ള. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി എന്തോ കുടിക്കാനൊക്കെ തന്നു, വളരെ ജെന്യൂനൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ അടുത്ത് വന്നിച്ചു, നല്ല ഷാമ്പൂവിന്റെ മണമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരുത്തേലിവിടെ ഇത്ര അങ്ങനെ എന്താടോ ഞാനൊക്കെ സിംഗിളല്ലേ, ഒന്ന് സഹകരിച്ചൂടെ, ഞാൻ കല്യാണം കഴിക്കാത്ത ആളല്ലേ എന്നൊക്കെ വളരെ റിക്വസ്റ്റ് അപേക്ഷ നടത്തി ഈ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി. അപ്പൊ അതിന് ഞാൻ ഇല്ലല്ലോ സോറി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി
ഇതും എനിക്ക് കിട്ടത്തില്ല എന്നത് മനസ്സിലായി. കാരണം ഓരോങ്ങനെ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ അത് അങ്ങനെ തന്നെ ഫോം അവിടെ ഇട്ടിട്ട് തിരിച്ചു പോകുന്നു. ഈ അമ്മയുടെ നേതൃത്വം മാറണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും അമ്മയുടെ നേതൃത്വം മാറിയിട്ട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ടോവിനോ, പാർവതി ഇവരൊക്കെ അമ്മയിൽ നേതൃത്വം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും വളരെ ആ ടൊവിനോ ഒന്ന് മനസ്സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ടൊവിനോ പറഞ്ഞിട്ടാണോ ഇവരിത് പറയുന്നതെന്നറിയില്ല, അതോ ഇവര് സ്വന്തം ഇൻട്രസ്റ്റിൽ പറയുന്നതാണോ എന്നറിയില്ല. എങ്ങനെ പറഞ്ഞാലും ടൊവിനോയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഈ ഒരു ഡയലോഗിൽ നിന്ന്. ടൊവിനോ വരട്ടെ, യങ്സ്റ്റേഴ്സ് ഒക്കെ വരട്ടെ, അതായത് പഴയ ആൾക്കാരൊക്കെ മാറട്ടെ എന്നാണ് പറയുന്നത്. അത് ശരിക്കും കൊള്ളും. ലാലേട്ടനായാലും ഇക്കെ ആണേലും പിന്നെ സിദ്ദിഖ് ഇതൊക്കെ ഇപ്പൊ പല്ലുപോയി എന്ന് വേണേൽ പറയാം. പക്ഷെ ഈ മറ്റുള്ള ആൾക്കാർ ഈ ഡയലോഗ് ശ്രദ്ധിക്കും. ഇത് ടൊവിനോയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ത് കാര്യം ഡിസ്കസ് ഇവരുമായിട്ട് ചർച്ച ചെയ്യാനും നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി വളരെ മാറി. ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രി ടൊവിനോ പ്രസിഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാറിയേക്കുന്നു. ഇത്രയും കാലമായിട്ട് ടൊവിനോ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊക്കെ എന്തോ കളികളുണ്ട്, ജയസൂര്യ ഒന്നും വരാൻ പാടില്ല എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് സത്യാവസ്ഥ എനിക്ക് അറിയില്ല. പക്ഷെ ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ തോന്നിയാസമല്ല പറയുന്നത്, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഇവർ പറയുന്നത് പല കാര്യങ്ങളിലും പല ലൂപ്പ് ഹോൾസും ഒക്കെ ഉണ്ട് എന്നാണേലും വരും ദിവസങ്ങളിൽ ഇതുപോലെ ഇനിയും പെണ്ണുങ്ങള് ഈ വെളിപ്പെടുത്തലുമായിട്ട് വരുമായിരിക്കും. തെളിവില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പെണ്ണുങ്ങളും കുറെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് പറയുകയാണെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ അഖിൽമാരാർ ഒന്ന് തള്ളിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ രേവതിയുടെ കാര്യം. അവര് നേക്കഡായിട്ടുള്ള പിക്ചർ പകർത്തി ചൈനയിൽ പഠിക്കുമ്പോൾ അവര് വേറെ ഒരാളുടെ തെറ്റാണ് പറയുന്നത്. ആ സമയത്ത് അവരുടെ തെറ്റാണ് നമ്മുടെ ആൾക്കാർ വന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു വി ആർ ലിവിങ് ഇൻ എ വെരി ക്രൂയൽ സൊസൈറ്റി എന്ന് പറഞ്ഞ പോലെ ആ കാര്യം ഈ പെണ്ണുങ്ങൾ ഓർക്കണം. ഞാൻ പെണ്ണുങ്ങൾക്ക് എതിരായിട്ടല്ല സംസാരിക്കുന്നത്. അന്ന് വെളിപ്പെടുത്തുന്നതൊക്കെ നല്ല കാര്യം, പക്ഷെ അത് സത്യമായിരിക്കണം എന്ന് മാത്രം.